ഇന്നലത്തെ നമ്മുടെ വീഡിയോയില് അത്രയേറെ നമ്മൾ ചൈൽഡ്ഹുഡ് അബ്യൂസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കണ്ടൊരു ഇന്റർവ്യൂ, അതായത് ഇന്റർവ്യൂവിന്റെ കുറച്ച് ക്ലിപ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൊപ്പിയുടെ ഫ്രണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റേ മമ്മു കൊടുത്തൊരു ഇന്റർവ്യൂ. അതില് ആ ഇന്റർവ്യൂവർ പുള്ളി പറയുന്നുണ്ട്, ഞാനിങ്ങനെ നാട്ടുകാരുടെ ജനല് എറിഞ്ഞു പൊട്ടിക്കായിരുന്നു, അതുപോലെ ഒളിഞ്ഞു നോക്കുമായിരുന്നു, കുളിസീന് ഒളിഞ്ഞു നോക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ ചിരിച്ചതിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് എങ്ങനെയാണ്, അതൊരു ക്യൂരിയോസിറ്റി, അതായത് ആളുകളുടെ അതെങ്ങനെ ഇരിക്കുന്നു നോക്കാനുള്ള ക്യൂരിയോസിറ്റി ആണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇവരിങ്ങനെ എന്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവൺ ഒരു ചൈൽഡ് അബ്യൂസ് എത്രമാത്രമാണ് ഓരോരുത്തരെ ടോർച്ചർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ട്രോമയൊക്കെ എന്താണെന്നുള്ളത് ഇന്നലെ ഞാൻ ഇപ്പോൾ ഗോത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ ഇനി അന്ന് പുറത്ത് വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതൊന്നും പുറത്ത് വന്നിട്ടല്ല. ഈ ഒരു മൊമെന്റ് വരെയും നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എൻ്റെ വീഡിയോന്റെ താഴെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ലേഡി വന്നിട്ട് 30 വയസ്സായി, ഇപ്പോഴും ആ അബ്യൂസ് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് മര്യാദക്ക് ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളത്. ഈ ഒരു വീഡിയോക്ക് ശേഷം എൻ്റെ അടുത്ത് ഒരുപാട് പേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു കാര്യമാണ്, എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വലിയൊരു വിഭാഗം ആളുകൾ ചൈൽഡ്ഹുഡ് അബ്യൂസ് ഉണ്ടായിട്ട് ആ ഒരു സാധനം ആരോടും പറയാൻ പറ്റാതെ, അല്ലെങ്കിൽ ആ ഒരു ട്രോമ ട്രിഗർ ആയിട്ട് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ, സർവൈവ് ചെയ്യാൻ പറ്റാതെ കടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് ഒരുത്തൻ ഒരു ബാത്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കി അതൊക്കെ എന്റർടൈൻ ചെയ്യാൻ, അതൊരു പെൺകുട്ടി ഇരുന്ന് എന്റർടൈൻ ചെയ്യുന്നത് കണ്ടപ്പോൾ സത്യം പറയാലോ, എങ്ങട്ടാണ് ഈ സൊസൈറ്റി പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആണുങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ റേപ്പ് ചെയ്യാം, അത് ആണല്ലേ? ഇഷ്ടമുള്ള പോലെ പെൺപിള്ളേരെ നോക്കാം, അത് ആണുങ്ങളല്ലേ? പെണ്ണുങ്ങൾ എങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ മാന്യമായിട്ട് വസ്ത്രം ധരിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, പെണ്ണുങ്ങൾ വിവസ്ത്രരായാൽ പോലും നോക്കാതിരിക്കാനും കൂടെ പഠിക്കാനുള്ള ആ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ അപ്ഗ്രേഡ് ആവേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അത്രയും ക്രൂഷ്യലായിട്ട് പോകുമ്പോൾ, ഇത്രയും ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നതിനെയൊക്കെ, ബാത്റൂമിലോട്ട് ഒളിഞ്ഞു നോക്കുന്നതിനെയൊക്കെ എന്റർടൈൻ ചെയ്യാനും നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നതെന്നാണ്. അത് അവിടെ ഇരുന്ന് ചിരിച്ചത് ഒരു പെൺകുട്ടിയാണെന്നുള്ളതാണ് അത്രയും വേദനിപ്പിച്ചൊരു കാര്യം. നിങ്ങൾക്കറിയോ, ഞങ്ങളുടെ ഓഫീസിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഒരാൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് കണ്ടു. ഈ കണ്ട ടൈമിൽ അവർ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് അവർക്ക് അവരുടെ പ്രൈവറ്റ് പാർട്ട് കാണിച്ചു കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു ട്രോമ കൊണ്ട് ആ ചേച്ചി കാലങ്ങളോളം കഴിയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ ട്രോമ. ഇപ്പൊ ഈ ഒരു നമ്മുടെ ശരീരം നമ്മൾ ആഗ്രഹിക്കാതെ വേറൊരാൾ കാണുന്നു എന്നുള്ളത് മേ ബി ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതുപോലെ എന്റർടൈൻ ചെയ്യുന്നവർക്ക് പ്രോത്സാഹിപ്പിക്കുന്നവർക്കൊന്നും ഒരു വിഷയം ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ നമ്മൾ ആഗ്രഹിക്കാത്ത ഒരാൾ നമ്മുടെ ബോഡി കാണുന്നു എന്നുള്ളത് ഒരു പെൺകുട്ടിയെ, സാധാരണ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എൻ്റെ ബോഡി ഞാൻ ആഗ്രഹിക്കുന്നവർ മാത്രമേ കാണാവൂ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കൊടുക്കുന്ന ട്രോമ വളരെ വലുതായിരിക്കും. അവർ ചിലപ്പോൾ ലൈഫ് ലോങ് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റാതെ പോകും. ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നത്? ഇതൊക്കെ എങ്ങനെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നത്? ഈ പറയുന്ന തൊപ്പിയുടെ, അല്ലെങ്കിൽ ഇപ്പം തൊപ്പിയുടെ ഫ്രണ്ട് മമ്മു എന്നൊക്കെ പറഞ്ഞ ഇവരുടെയൊക്കെ വീഡിയോക്ക് ഭയങ്കര വലിയൊരു ഫാൻ ഫോളോവേഴ്സ് ഉണ്ട്. ഇത്തരം ഫോളോവേഴ്സിലോട്ട് ഇതുപോലെയുള്ള കോണ്ടന്റ് കൊടുക്കുന്ന അതൊക്കെ, അതിനിപ്പോൾ അവർ കൊടുക്കുമ്പം അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ചാനൽ ബ്രേക്ക് ചെയ്യാം. ഈ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള നിങ്ങൾ വന്നിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസിനെ എന്റർടൈൻ ചെയ്യുന്നത് ശരിക്കും ഒരു സാമൂഹ്യ ദ്രോഹമല്ലേ? ഒരു ക്രീം പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുറത്തോട്ട് കൊടുക്കുമ്പോൾ അത് ഹെൽത്തി അല്ലാത്തൊരു സാധനം പ്രൊമോട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ എന്താ പറയുക, വൈറ്റനിങ് ക്രീം ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? അത് സമൂഹത്തിലോട്ട് കൊടുക്കുന്ന റോങ് ഇൻഫർമേഷൻ ആണ് എന്ന് പറഞ്ഞിട്ട്, അത് ഹാം ആണെന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഹാം അല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നത്? ഇതിൽ ഇൻസ്പയർഡ് ആയിട്ട് ഏതെങ്കിലും ഒക്കെ ആമ്പിള്ളേർ, അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു ജനറേഷനിലുള്ള കുട്ടികൾ മറ്റുള്ള പെൺകുട്ടികളുടെ ശരീരത്തിലോട്ട് എത്തി നോക്കുന്നത് ഒരു തെറ്റല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളൊക്കെ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ, ഞാനൊക്കെ എൻ്റെ മോനെ വളർത്തുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനം ഉണ്ട്, ഈവൻ വൈഫാണെങ്കിൽ പോലും ഓൾക്ക് ഇഷ്ടമില്ലാതെ നീ ഓളെ നോക്കരുത്, വൈഫാണെങ്കിൽ പോലും അവൾക്ക് ഇഷ്ടമില്ലാതെ നീ അവളെ തൊടരുത്, ആ രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതന്നെ ഒളിഞ്ഞു നോക്കുന്നത് എന്റർടൈൻമെന്റ് ആയിട്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഇതിൻ്റെയൊക്കെ പേരിൽ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഒരു ട്രോമ ട്രിഗർ ആവുന്ന സമയത്ത് ഗോ ത്രൂ ചെയ്യുന്നത് എത്രമാത്രം ഹാർഡാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്ന ശബ്ദം നമ്മൾ ശരിക്കും ആരെങ്കിലും വിളിക്കുകയാണോ, അതോ നമ്മൾ ഉപദ്രവിക്കുന്ന ആൾക്കാർ നമ്മൾ ഡിലൂഷൻ ആണോ, ഇനി കാണുന്ന വ്യക്തികൾ റിയൽ ആയിട്ട് അയാൾ അവിടെ ഉള്ളതാണോ, ഇത് ഹാലൂസിനേറ്റ് ചെയ്യണോ, ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാതെ, ഭക്ഷണം നേരെ ചൊവ്വേ കഴിക്കാൻ പറ്റാതെ, എത്രയൊക്കെ ഭക്ഷണം കഴിച്ചാലും ബോഡിയിൽ ഒരു എനർജിയും ഫീൽ ചെയ്യാതെ, നേരെ ചൊവ്വേ ഒന്നും ഉറങ്ങാൻ പറ്റാതെ, ഇപ്പൊ എന്റെയൊക്കെ കണ്ടീഷനാണെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ നേരെ ചൊവ്വേ ഒന്ന് ഉറങ്ങിയിട്ട് എത്ര കാലമായെന്നറിയോ? ഒരു മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും എനിക്ക് വീണ്ടും ആ വിഷ്വല്, ഞാൻ കണ്ട വിഷ്വല് എൻ്റെ മൈൻഡിൽ കയറി വരും, ഞാൻ എഴുന്നേൽക്കും. 10 മിനിറ്റ് ജസ്റ്റ് നന്നായിട്ട് ക്ഷീണമായിട്ട് കിടന്നിട്ടൊന്ന് ഉറക്കിലോട്ട് പോകുമ്പോഴേക്കും ഞാൻ എഴുന്നേൽക്കും. എത്ര ഫുഡ് കഴിച്ചാലും എനിക്ക് എനർജി ഉള്ള പോലെ തോന്നൂല. ഞാനിപ്പോൾ 60 കിലോ വെയിറ്റ് ഉണ്ട്. ഈ 60 കിലോ വെയിറ്റിൽ ഈ ശരീരത്തിനകത്ത് ഞാനുള്ളതായിട്ട് എനിക്കൊരു ഫീല്, ഒരു ഇത് വരൂല.
എന്നെ ആരെങ്കിലും വിളിക്കുമ്പം ചിലപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കൂല. കാരണം ഞാൻ വിചാരിക്കുന്നത് അത് എനിക്ക് കേൾക്കുന്ന വോയിസ് ആണ്, റിയൽ അല്ല എന്നാണ്. ചിലപ്പോൾ ആരും വിളിക്കാതെ തന്നെ എന്നെ ആരോ വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കും. അങ്ങനെ ഭയങ്കര ഇൻസെക്യൂർ ആയിട്ട് ഒന്ന് ഇരുട്ടാവുന്ന സമയത്ത് എന്നെ ആരോ അറ്റാക്ക് ചെയ്യാൻ വരുമോ എന്നുള്ള തോട്ട് വരിക. നമുക്ക് നമ്മുടെ പാർട്ട്ണറുടെ കൂടെ പോലും മര്യാദയ്ക്ക് ജീവിക്കാൻ സാധിക്കാത്തൊരു അവസ്ഥ വരിക. എത്ര ക്രൂവലാണെന്ന് അറിയാൻ പറ്റുമോ? ആരുടെയൊക്കെയോ മാനസിക വൈകല്യങ്ങൾക്ക് ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാർ സഫർ ചെയ്യുക. അതിനെ നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്ന ഒരു പരിപാടി ശരിക്കും ഇത് ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല, ഒരു പെൺകുട്ടി അജാതി സാധനമൊക്കെ കേട്ടിട്ട് ഇരുന്ന് പൊട്ടിച്ചിരിക്കുക. ഹൗ എങ്ങനെ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നതെന്ന് മനസ്സിലാവാത്തത്. നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിലോട്ട് ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ നോക്കുന്നതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമോ? എനിക്ക് മനസ്സിലാവണില്ല. എന്നിട്ട് ഓള് തിരിച്ചു ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്യൂരിയോസിറ്റി കാരണം നോക്കുകയാണെന്നുള്ളത്. വാട്ട് ക്യൂരിയോസിറ്റി? എന്താണ് ക്യൂരിയോസിറ്റി? നിങ്ങളുടെ ബോഡി എന്ന് പറയുന്നത് എല്ലാവരുടെയും ക്യൂരിയോസിറ്റി തീർക്കാനുള്ള സാധനമാണോ? അത് അവനവന് വരുമ്പോൾ മാത്രമാണല്ലേ പ്രോബ്ലം ഉള്ളൂ. വേറെ ആരുടെങ്കിലും ഒക്കെ ആവുമ്പം, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാവുമ്പോൾ, ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സോ ഫോളോവേഴ്സ് ഉണ്ടാവുമ്പോൾ അവർ പറയുന്ന എന്ത് വൃത്തികേടും നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥ ഭയങ്കര പാടാണ്. എത്ര വലിയ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്താലും അവർക്ക് കുറച്ച് ഫോളോവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ ഫാൻ ബേസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാം ഒരു എന്റർടൈൻമെന്റ് പർപ്പസിലാക്കി എടുക്കുക, അല്ലെങ്കിൽ എല്ലാം ഒരു ഫണ്ണാക്കി എടുക്കാനൊക്കെ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താ പറയുക, ഒരുപാട് പേര് ഇതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര്. ആൻഡ് ഒരു ന്യൂസ് ചാനലിൽ വരെ അതിനെ അഗെയിൻസ്റ്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അറ്റ്ലീസ്റ്റ് ഇനി ആരും ഈ ജാതി തോന്നിയാസം ചെയ്യാതിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എങ്ങനെയാണ് ഇത് എന്റർടൈൻ ചെയ്യാൻ തോന്നുന്നതെന്ന് അറിയില്ല. ഇത് ഞാനൊരു കോണ്ടന്റ് ആയിട്ട് ചെയ്യലട്ടോ, ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഏതോ ഒരാളുടെ മാനസിക വൈകൃതത്തിന് നമ്മളിപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അനുഭവിക്കുന്നതിൻ്റെ എക്സാക്ട് സാധനങ്ങൾ അല്ലെങ്കിൽ അതിനേക്കാൾ വേഴ്സ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ ഇന്നലത്തെ കമന്റ് ബോക്സിൽ ഞാൻ കാണുന്നുണ്ട്, എനിക്ക് വരുന്ന മെസ്സേജസിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പം ഇവൺ ഇത്രയും പ്രായമായി, ഇത്രയും പക്വതയായി, എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് മക്കളായി, ഹസ്ബൻഡ് ഫാമിലി ആയി, എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രോപ്പർ അവയർനെസ് ഉണ്ടായിട്ട് നമ്മളെ കൊണ്ട് ഓവർകം ചെയ്യാൻ കഴിയാത്തൊരു സാധനം സാധാരണ വ്യക്തികൾ അത് പറയുന്നത് കേൾക്കുമ്പം, ഓടിട്ട വീട്ടിൽ ബാത്റൂം പുറത്തല്ലേ ഇരിക്കുക, ഞാൻ അവിടെ പോയിട്ട് ഒളിഞ്ഞു നോക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, ഒരു നോർമൽ ഫാമിലി ലൈഫ് ആയിരിക്കില്ല അവരുടെ. അവർക്ക് ഇത് എങ്ങനെ ടോളറേറ്റ് ചെയ്യും? ഒരാളോട് തുറന്ന് പറയാൻ പോലും സാധിക്കാത്ത മനുഷ്യരുണ്ടാവില്ലേ? അവർക്ക് ഈ പെയിൻ സഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൂടി ജീവിക്കേണ്ടി വരൂലേ? എങ്ങനെയാണ് ഇത്രയും ആൾക്കാരുടെ ലൈഫൊക്കെ വെച്ചിട്ട് പറയുമ്പോൾ അത് ക്യൂരിയോസിറ്റി ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നൈസായിട്ട് കാണാൻ സാധിക്കുന്നത്? പല ആളുകളുടെയും, അതായത് ഒരു കാര്യം ഇല്ലാഞ്ഞിട്ട് ഇപ്പൊ സ്വന്തം ആർക്കും ഉപദ്രവം ഇല്ലാഞ്ഞിട്ട് സ്വന്തം ലൈഫിൽ കുറച്ച് ആർഭാടം കാണിക്കുന്ന ആൾക്കാരെയൊക്കെ എടുത്തിട്ട് ചിലപ്പം വെറുതെ ടോസ് ചെയ്യുന്ന കാണാം, അല്ലെങ്കിൽ വെറുതെ വിമർശിക്കുന്ന കാണാം. എന്തിനാണ് വിമർശിക്കുന്നതെന്ന് പോലും മനസ്സിലാവില്ല. അവരുടെ ഡ്രസ്സ് കുറഞ്ഞു, ഡ്രസ്സ് ഇതായി, അവർ ഷാൾ ഇട്ടില്ല, അല്ലെങ്കിൽ അവർ ലിപ്സ്റ്റിക് ഇട്ടു, അവർ ഐലൈനർ ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കയറി അവരെ കയറി ചൊറിയുന്നുണ്ടാവും. അവരുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ഫേസിൽ അവർ എന്ത് ചെയ്യുന്നോണ്ടും മറ്റേ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അവരത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ പറയുന്നത് വേറെ വിഷയം. അതല്ലാണ്ട് അവരവരുടെ ഇഷ്ടത്തിന് അത് ചെയ്യുന്നതിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാലും അവരുടെ അടുത്ത് കയറി ചൊറിയുന്നുണ്ടാവും. അല്ലെങ്കിൽ അവരവരുടെ സിസ്റ്ററോട് എങ്ങനെ പെരുമാറിയാലും അവരവരുടെ ബ്രദറിനോട് എങ്ങനെ പെരുമാറിയാലും പുറത്തോട്ടൊരു റോങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു മോശം സാധനം കൊടുക്കാത്തോളം നമുക്ക് കുഴപ്പമില്ല. അങ്ങനത്തെ സാധനങ്ങൾ വരെ നമ്മൾ ഇവിടെ ചെറിയ സാധനങ്ങൾ വരെ എടുത്തിട്ട് വലിച്ചഴിച്ച് കീറി വിടുന്നിടത്ത് ഇത്തരം ടോക്സിക് ബിഹേവിയറിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഫണ്ണാക്കിയിട്ടും നോർമലൈസ് ചെയ്തിട്ടും ജനറലൈസ് ചെയ്തിട്ടും ഒക്കെ സംസാരിക്കാൻ, അത് എന്റർടൈൻ ചെയ്യാൻ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ തയ്യാറാവുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇത് കാണുന്ന ആൾക്കാരെങ്കിലും മനസ്സിലാക്കുക. വല്ലവരുടെയും മക്കളോടെ പറയാനുള്ളത്, മക്കളെ വല്ലവരുടെയും ബാത്റൂമിൽ കയറി ഒളിഞ്ഞു നോക്കുന്നത്, ആരാന്റെ വീടിന്റെ ജനല ഉടച്ചിട്ട് അതിലൂടെ നോക്കുന്നത്, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആരും ആയിക്കോട്ടെ, ഏത് പെൺകുട്ടി ആയിക്കോട്ടെ, ഓളെ ബോഡിയിലോട്ട് ഓൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിങ്ങൾ നോക്കുന്നതൊക്കെ ശരിക്കും നിങ്ങൾ നോക്കുമ്പോൾ ഒരു നോട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് നിങ്ങളിങ്ങനെ നോക്കുന്ന ഒരു നോട്ടം മാത്രമേ നിങ്ങൾ അറിയുന്നുണ്ടാവുള്ളൂ. ആ നോട്ടം കാണുന്ന പെൺകുട്ടിയുടെ ലൈഫ് തന്നെ, ചിലപ്പോൾ അവളുടെ ജീവിതം തകർക്കുന്ന മാറ്റി വെച്ചേക്ക്, ചിലപ്പോൾ നിങ്ങളവളുടെ ജീവൻ തന്നെ തകർത്ത് കളയാൻ നിങ്ങളുടെ ആ ഒരു നോട്ടം മതിയായിരിക്കും. ഒരു ജന്മം മുഴുവൻ പശ്ചാത്തപിച്ചാലും നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ അവളുടെ ജീവനോ നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. അത് റിയലൈസ് ചെയ്യാൻ ഓരോരുത്തരും തയ്യാറാവണം. ഇതുപോലെ ഇരുന്ന് ഒരു ഇന്റർവ്യൂ ചെയ്യുന്നത് ഒന്നുമല്ല നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ ലൈഫ് എന്നുള്ളത്. അത് നിങ്ങൾ റിയലൈസ് ചെയ്യാനായിട്ട് തയ്യാറാവണം. അറ്റ്ലീസ്റ്റ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ധർമ്മമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.